ശ്രീപതി പണ്ഡിതാരതുല ബാലസുബ്രഹ്മണ്യം അഥവാ SP ബാലസുബ്രഹ്മണ്യം ഇന്ത്യൻ സംഗീതത്തിന്റെ ശബ്ദമാന്ത്രികന്റെ ഓർമ്മകൾക്ക് ഇന്ന് 4 ആണ്ട്. SPB എന്നത് സംഗീത പ്രേമികൾക്ക് വെറും ഒരു 3 അക്ഷരം മാത്രമായിരുന്നില്ല, അതൊരു വികാരമായിരുന്നു. ഒരു ഇന്ത്യൻ പിന്നണി ഗായകൻ, ടെലിവിഷൻ അവതാരകൻ, നടൻ, സംഗീത സംവിധായകൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ചലച്ചിത്ര നിർമ്മാതാവ് എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം തെലുങ്കു, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി സിനിമകളിൽ പ്രവർത്തിക്കുകയും മൊത്തം 16 ഭാഷകളിൽ പാടുകയും ചെയ്തു. ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ ശക്തമായ സംഗീത പശ്ചാത്തലമുള്ള കുടുംബത്തിൽ SP സാംബമൂർത്തിയുടെ മകനായി ജനിച്ച അദ്ദേഹം കോളേജ് പഠനത്തിൽ തന്നെ സംഗീതത്തോടുള്ള അഭിനിവേശം പ്രകടിപ്പിച്ചിരുന്നു. ആ അഭിനിവേശം തന്നെയാവാം ഒരു ദിവസത്തിനുള്ളിൽ 17 ഗാനങ്ങൾ ആലപിച്ച റെക്കോർഡ് കൂടി അദ്ദേഹത്തിന് നേടിക്കൊടുത്തത്. 1964 മദ്രാസ് ആസ്ഥാനമായുള്ള തെലുങ്ക് കൾച്ചറൽ ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച അമച്വർ ഗായകർക്കുള്ള സംഗീത മത്സരത്തിൽ 1ാം സമ്മാനം നേടിയായിരുന്നു തുടക്കം. 1966 എഞ്ചിനീയറിംഗ് പഠനം ഉപേക്ഷിച്ച് പൂർണ്ണമായും സംഗീത ലോകത്തേക്ക്. ഡിസംബർ 15 ശ്രീ 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 മര്യാദ രാമണ്ണ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ സിംഗറായ അരങ്ങേറ്റം. MS വിശ്വനാഥനൊപ്പം തമിഴിൽ ആദ്യ ഗാനം പാടിയെങ്കിലും അത് പുറത്തിറങ്ങിയില്ല. പിന്നീട് സാക്ഷാൽ MGRന്റെ അടിമപ്പെണ്ണ് എന്ന ചിത്രത്തിൽ 1000 നിലവേ വാ എന്ന ഗാനത്തിലൂടെ തമിഴിൽ സ്ഥാനമുറപ്പിച്ചു. G ദേവരാജനൊപ്പം കടൽപ്പാലം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചു. 120-ലേറെ മലയാള ഗാനങ്ങളും ആലപിച്ചു. ദക്ഷിണേന്ത്യയിൽ തന്നെ മികച്ച ഗായകരുടെ പട്ടികയിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു. K ബാലചന്ദ്രന്റെ മന്മഥലീല എന്ന ചിത്രത്തിന്റെ തെലുങ്ക് വേർഷനിൽ കമലഹാസന് ശബ്ദം നൽകിക്കൊണ്ട് ഡബ്ബിംഗ് രംഗത്തേക്ക് കടന്നു വന്നു. തുടർന്ന് രജനീകാന്ത്, സൽമാൻ ഖാൻ, ജെമിനി ഗണേശൻ, ഭാഗ്യരാജ് തുടങ്ങിയ ഒട്ടേറെ പേർക്ക് ശബ്ദമായി മാറി SPB. തെലുങ്കിലും തമിഴിലും കന്നഡയിലും ഉൾപ്പെടെ 45 സിനിമകളിൽ വേഷമിട്ടു. തമിഴിലെ സീരിയലുകളുടെ ഭാഗമായി. തുടർന്ന് 16 ഇന്ത്യൻ ഭാഷകളിലായി 40,000-ഓളം പാട്ടുകൾ പാടി SPB ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് വേൾഡ്സിൽ ഇടം നേടി. തുടർന്ന് 16 ഇന്ത്യൻ ഭാഷകളിലായി 40,000-ഓളം പാട്ടുകൾ പാടി SPB ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടി. കൂടാതെ 6 നാഷണൽ അവാർഡ്, 2001 പത്മശ്രീ, 2011 പത്മഭൂഷൺ, 2021 പത്മവിഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. അവസാനമായി അണ്ണാത്തെ എന്ന രജനീകാന്ത് സിനിമയിൽ ഗാനം ആലപിച്ച അദ്ദേഹം പിന്നീട് 2020 ഓഗസ്റ്റ് 5 കോവിഡ് ബാധിതനായി. തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യം വഷളാവുകയും ഗുരുതരമായ അവസ്ഥയിൽ തുടരുകയും ചെയ്തു. പിന്നീട് 2020 സെപ്റ്റംബർ 25 മരണപ്പെടുകയും ചെയ്തു. സംഗീതം ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലാത്ത SPB 54 വർഷത്തെ തന്റെ സംഗീത സബര്യ കൊണ്ട് സമാനതകളില്ലാത്ത ഗാനവൈവിധ്യങ്ങൾ നമുക്ക് നൽകി. ഒരിക്കലും മരിക്കാത്ത സംഗീതത്തിലൂടെ എന്നെന്നും അനശ്വരനായി ബാലസുബ്രഹ്മണ്യം.